അത് കഴിഞ്ഞിട്ട് എന്തോ അടുത്ത ദുബായിൽ പോകുന്നുണ്ട്. 25-ാം തീയതി വ്യാഴാഴ്ച പോകും. ഈ വ്യാഴാഴ്ച എത്ര ദിവസം ഉണ്ടാവും അവിടെ? ഒരു 15 ദിവസം. അവിടെയുള്ള ആൾക്കാർക്കൊക്കെ രേണുവിനെ അവിടെ വന്ന് മീറ്റ് ചെയ്യാം അല്ലേ? അതെ അതെ, മലയാളി പ്രവാസികൾക്കൊക്കെ നമ്മളെ ഇഷ്ടപ്പെടുന്നു. റെസ്റ്റോറന്റ് പാപ്പിലോ. അത് എവിടെയായിരുന്നു? അതാണ് പുതിയ വിശേഷങ്ങൾ. ശരി. ഹലോ ഗൈസ്, ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ബ്ലോക്ക് ചെയ്യുക, അല്ലാത്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ഷെയർ ചെയ്യുക. പിന്നെ ഹാർഡ് കമന്റ്സ് ഇടുന്നവർ എന്നെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണെന്ന് എനിക്കറിയാം. അവർ ഇന്നത്തെ കാലത്തിനനുസരിച്ചുള്ള സപ്പോർട്ട് എനിക്ക് തരുന്നു, അതിനനുസരിച്ച് ഞാൻ വീഡിയോസ് ഇറക്കുന്നു. സപ്പോർട്ട് ചെയ്യുന്നതിൽ വളരെയധികം സന്തോഷം. നിങ്ങളെ ഹാർഡ് കമന്റ്സ് ഒക്കെ ഞാൻ കാണാറുണ്ട് കമന്റിൽ. ഒരുമാതിരി ചങ്കിക്കൊള്ളുന്ന വർത്താനം പറയുന്നത് കേട്ടോ. ഇങ്ങനെയുള്ള വീഡിയോസ് കാണിക്കുമ്പോൾ ഞങ്ങൾ അൺഫോളോ ചെയ്യാനോ? എന്തോ വർത്താനം ഈ പറയുന്നത്? ഈ കേരളത്തിൽ ആരെങ്കിലും അങ്ങനെ കാണിക്കുമോ? ഞാൻ കാണിക്കത്തില്ല. ഞാൻ ഹാർഡ് കമന്റ് മാത്രമേ ഇടത്തുള്ളൂ ഞാൻ. കാരണം എനിക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ കാണണം. അതിന് വേണ്ടിയിട്ട് എന്നെ ഒരിക്കലും ബ്ലോക്ക് ആക്കരുത് കേട്ടോ. ഞാൻ ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. അഥവാ ചേച്ചിക്ക് അത്ര നിർബന്ധമാണെങ്കിൽ മറ്റുള്ളവരെല്ലാം അങ്ങ് ബ്ലോക്ക് ആക്കുന്നത്. അൺഫോളോ ചെയ്യാൻ ആരോട് പറയാനാ? ചേച്ചി ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ആരെങ്കിലും ബ്ലോക്ക് ആക്കൂ? ഇങ്ങനത്തെ വർത്താനം പറയുന്നത് കേട്ടോ. മനുഷ്യൻ നല്ല വിഷമാകുന്നുണ്ട് കേട്ടോ. പിന്നെ ചേച്ചി കാണിക്കുകയും ചെയ്യാം. ഞങ്ങളിപ്പോ കണ്ടാലാണോ കുഴപ്പം? ചേച്ചി കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ, ഞങ്ങളെ കാണിക്കാൻ വേണ്ടിയല്ലേ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ അൺഫോളോ ചെയ്യൂ? അപ്പൊ ഒരിക്കലും ഞങ്ങൾ അങ്ങനെ ചെയ്യത്തില്ല കേട്ടോ. എല്ലാവരും ഈ വീഡിയോസ് ആണ് എല്ലാവരും ഹാർഡ് കമന്റ് മാത്രമേ ചേച്ചിക്ക് ഇടാവുള്ളൂ. എന്നാലും ചേച്ചി ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കും കേട്ടോ. അപ്പൊ നമുക്കത് കണ്ട് രസിക്കുകയും ചെയ്യാം. ഓക്കെ, ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. രേണു സുധി സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് ബിഗ് ബോസ് വരെ എത്തിയിട്ട് ബിഗ് ബോസിൽ കിടന്ന് തുള്ളിച്ചാടി, എനിക്കവിടെ നിൽക്കാൻ വയ്യേ, എനിക്കവിടെ നിൽക്കാൻ വയ്യേ, എന്നെ ഒന്ന് പുറത്തേക്ക് വിടില്ലാലേട്ടാ, എന്നെ ഒന്ന് പുറത്തേക്ക് വിടില്ലാലേട്ടാ എന്നും പറഞ്ഞിട്ട് തുള്ളിച്ചാടി. ഇതൊന്നും എനിക്ക് പറ്റിയ പ്ലാറ്റ്ഫോം അല്ല, എനിക്ക് പുറത്ത് കടന്ന് ഇങ്ങനെ തുള്ളിച്ചാടാനേ എനിക്ക് പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തേക്ക് ചാടിയ രേണുസുധി. ഇപ്പൊ രേണുസുധിയുടെ ഒരു റേറ്റിംഗ് ഒക്കെ താഴത്തോട്ട് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരു സമയത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്ന ഒരു രേണുവാണ്. എന്നാൽ ഇപ്പൊ രേണുവിന് പകരക്കാരിയായിട്ട് മറ്റൊരാൾ വന്നിരിക്കുകയാണ്. തുമ്പിയുടെ വീഡിയോസ് നമുക്കൊന്ന് കണ്ടു നോക്കാം, പിന്നെ ബാക്കി പറയാം. ഒന്ന് കണ്ടു നോക്കാം. ചങ്കിക്കൊള്ളുന്ന വർത്താനം പറയുന്നത് കേട്ടോ. ഇങ്ങനെയുള്ള വീഡിയോസ് കാണിക്കുമ്പോൾ ഞങ്ങൾ അൺഫോളോ ചെയ്യാനോ? എന്തോ വർത്താനം ഈ പറയുന്നത്? ഈ കേരളത്തിൽ ആരെങ്കിലും അങ്ങനെ കാണിക്കുമോ? ഞാൻ കാണിക്കത്തില്ല. ഞാൻ ഹാർഡ് കമന്റ് മാത്രമേ ഇടത്തുള്ളൂ ഞാൻ. കാരണം എനിക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ കാണണം. അതിന് വേണ്ടിയിട്ട് എന്നെ ഒരിക്കലും ബ്ലോക്ക് ആക്കരുത് കേട്ടോ. ഞാൻ ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. അഥവാ ചേച്ചിക്ക് അത്ര നിർബന്ധമാണെങ്കിൽ മറ്റുള്ളവരെല്ലാം അങ്ങ് ബ്ലോക്ക് ആക്കുന്നത്. അൺഫോളോ ചെയ്യാൻ ആരോട് പറയാനാ? ചേച്ചി ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ആരെങ്കിലും ബ്ലോക്ക് ആക്കൂ? ഇങ്ങനത്തെ വർത്താനം പറയുന്നത് കേട്ടോ. മനുഷ്യൻ നല്ല വിഷമാകുന്നുണ്ട് കേട്ടോ. പിന്നെ ചേച്ചി കാണിക്കുകയും ചെയ്യാം. ഞങ്ങളിപ്പോ കണ്ടാലാണോ കുഴപ്പം? ചേച്ചി കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ, ഞങ്ങളെ കാണിക്കാൻ വേണ്ടിയല്ലേ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ അൺഫോളോ ചെയ്യൂ? അപ്പൊ ഒരിക്കലും ഞങ്ങൾ അങ്ങനെ ചെയ്യത്തില്ല കേട്ടോ. എല്ലാവരും ഈ വീഡിയോസ് ആണ് എല്ലാവരും ഹാർഡ് കമന്റ് മാത്രമേ ചേച്ചിക്ക് ഇടാവുള്ളൂ. എന്നാലും ചേച്ചി സീരീസ് ഷോർട്ട് ഫിലിം ഒക്കെ പ്ലാൻ ഉണ്ടോ? ഷോർട്ട് ഫിലിം ഞങ്ങളുടേതല്ല, വേറൊരു പ്രൊജക്ട് ഇറങ്ങാനുണ്ട്. ഷൂട്ടിംഗ് തുടങ്ങും ഈ മാസം ഷൂട്ടിംഗ് തുടങ്ങും. മൂവീസിലേക്ക് ട്രൈ ഉണ്ടോ? മൂവീസില് ട്രൈ ചെയ്യുന്നുണ്ടോ? അതോ വിളി വന്നോ? പോയിട്ടില്ലേ? ഫേക്ക് ആയിട്ടൊക്കെ വരാറുണ്ടോ? വരാറുണ്ട്. ഫേക്ക് ആയിട്ടല്ല, ജെനുവിനായിട്ട് വരും. പിന്നെ അത് പ്രശ്നങ്ങളാകുമ്പോ ഫേക്ക് പോലെയാവും. പിന്നെ ഇവള് ക്ലീവേജ് കാണിച്ചിട്ടാണ് റീച്ച് ആയി എന്ന് പറയണത് മണ്ടത്തരാണ്. കാരണം ക്ലീവേജ് കാണിക്കാത്ത വീഡിയോസും വൈറലായി. കാരണം അത് ഞങ്ങളുടെ പണ്ട് തൊട്ടുള്ള ഫോളോവേഴ്സിന് അറിയാം. അതായത് ഫോളോവേഴ്സിന് മാത്രമാണ് ഡൗട്ട് ഉണ്ടാവുക. അതായത് മുമ്പ് ഉണ്ടായിരുന്ന വീഡിയോ ഒക്കെ ഹാക്കായി പോയതാണ്. അപ്പോഴൊന്നും ആരും ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അതിലും വൈറലായി പോയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2500 ആ ഒരു സമയത്ത് ഫോളോവേഴ്സ് ഉള്ള സമയത്തുള്ള ആൾക്കാർക്ക് അറിയാം എങ്ങനെയായിരുന്നു എന്നുള്ളത്, എങ്ങനെ റീച്ച് ആയിട്ടുള്ളത് അത് അവർക്കറിയാം. അവർക്ക് ഞങ്ങൾ ഇപ്പോഴും റിപ്ലൈ കൊടുക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. തുമ്പിവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായൂഞ്ഞാലിടാം ആകാശം. കണ്ടില്ലേ, ഇതാണ് തുമ്പി. സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന തുമ്പി. ഏത് രീതിയിലാണ് ഇപ്പോൾ വൈറലായത് എന്ന് ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. ഇതാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന തുമ്പി. അപ്പൊ ഞങ്ങളെ കുറിച്ചുള്ള വീഡിയോസ് ഇപ്പൊ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോ 2-3 പ്രോഗ്രാമിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രോഗ്രാമൊക്കെ നല്ല ഗ്രാൻഡ് ഫംഗ്ഷൻ ആയിരുന്നു. ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടമായി. അതിനിടയിൽ മീഡിയാസ് ഞങ്ങളെ കുറിച്ചുള്ള റിലേഷൻ്റെ കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മീഡിയാസിന് അങ്ങോട്ട് ഇട്ട് കൊടുത്തതാണ് ചേച്ചിയുടെ മകളാന്നുള്ളത്. പക്ഷെ അതെല്ലാവരും അങ്ങോട്ട് കയറി പിടിച്ചു, നെഗറ്റീവായി. എന്തിനാണെങ്കിലും നെഗറ്റീവ് ഓളികൾ നിർബന്ധമാണല്ലോ. അവർക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ കിട്ടണ്ടേ. ആ ഒരു രീതിക്ക് അവരത് ഇട്ട് പടച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങളെ വെച്ച് കാശുണ്ടാക്കണ കുറച്ച്, ഒരു പേരൊന്നും ഞാൻ പറയാനില്ല, വേറെ കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയാം. ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയാൻ പറ്റുമോ എനിക്ക് അറിയില്ല. കുറച്ച് വീഡിയോസ് ഇടുന്ന ആൾക്കാർ ഞങ്ങളെ വെച്ചിട്ട് അവരത് പറഞ്ഞുണ്ടാക്കുകയാണ്. അപ്പോൾ ഞാൻ പറയാണ്, ഇപ്പോൾ ഞങ്ങൾ ബ്രദറും സിസ്റ്ററാണ്. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾ മാമനാന്ന് പറഞ്ഞാലും അച്ഛനാന്ന് പറഞ്ഞാലും അച്ചാച്ചനാന്ന് പറഞ്ഞാലും മാമിയാന്ന് പറഞ്ഞാലും അതിനിടയിലൊക്കെ ഉണ്ടായിരുന്നു ചാന്തുപുട്ട്,
കണ്ണുതൊട്ടു പൊട്ടുതൊട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ അവനവന്റെ ഇഷ്ടമല്ലേ. ഇതിലൊക്കെ കയറിയിട്ട് എനിക്ക് വയ്യ, എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പിന്നെ കുറെ ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞിട്ട് ഇതൊക്കെ എത്രയെന്ന് വെച്ചിട്ട് പറയാം. മാക്സിമം ഞാൻ ഇതിനോട് റിപ്ലൈ കൊടുക്കാത്ത ആളാണ്. റിപ്ലൈ കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നുമില്ല, കാരണം ഇതന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. അവരെന്തായാലും അവരുടെ ഇത് പറയുന്നുണ്ട്. അപ്പം ഞാനും അതേപോലെ തന്നെ ആവണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇതിനൊന്നും മാക്സിമം റിപ്ലൈ കൊടുക്കാത്തത്. നിങ്ങൾ ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. മാവനാന്ന് പറഞ്ഞാലും അച്ഛനാന്ന് പറഞ്ഞാലും അച്ചാച്ചനാന്ന് പറഞ്ഞാലും അത് എന്നെ ബാധിക്കണം, കുഴപ്പമില്ല. ആളെനിക്കെല്ലാം ആണ്, ആള് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ അറിയാവുന്ന ആൾക്കാർക്കൊക്കെ അറിയാം ഞങ്ങൾ ബ്രദറും സിസ്റ്ററാന്നുള്ളത്. ഞങ്ങൾ അല്ലാണ്ടും ലൈവിൽ വന്നിട്ടാണെങ്കിലും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഞങ്ങളുടേതായിട്ടുള്ള ഡീറ്റെയിൽസ്, അതായത് ഞങ്ങളുടെ റിലേഷൻ കാര്യങ്ങളൊക്കെ ഞങ്ങൾ യൂട്യൂബ് ചാനലിൽ ഇന്റർവ്യൂ ആയിട്ടോ ഫുൾ ഫാമിലിനെ വെച്ച് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതെല്ലാവരും കയറി കാണുക, സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ കാണുക. കാരണം കാണില്ല എന്ന് എനിക്കറിയാം, അതായത് ഞങ്ങൾക്ക് അതിലും കൂടെ കാശ് കിട്ടുന്നുള്ള ഇതിൽ കാണില്ല എന്ന് എനിക്കറിയാം. അത്രയ്ക്കും കുശുമ്പാണ് കേസ്. കുശുമ്പ് എന്ന് ഞാൻ പറയണില്ല, അസൂയാണോ എന്താണെന്നറിയില്ല. മാക്സിമം എല്ലാവരുടെയും കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കാശ് കിട്ടുന്നു. അത് അറിയണ കുറെ പേരുണ്ട്, അതായത് നല്ലതായിട്ടുള്ള ആൾക്കാർക്ക് അറിയാം അവർക്ക് കാശ് കിട്ടുന്നു എന്നുള്ളതിന്റെ ഇതാണ് കുഴപ്പമാണെന്നുള്ളത്. മാക്സിമം എല്ലാവരും പറയണ അവർക്ക് കാശ് കിട്ടുന്നു, അവളെ വെച്ച് വിൽക്കുന്നു എന്നുള്ളത്. എന്നെ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കത് അറിയാൻ പാടില്ലേ. എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സുകൾ ഇഷ്ടമാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട്. എന്നെ ഒരാളും ഇതാക്കിയിട്ട് പറയണതോ ഞാൻ ഒരാൾ പറഞ്ഞിട്ട് ഇടണതോ കാര്യങ്ങളൊന്നും അല്ല. എന്താ പറയണത് എനിക്ക് അറിയില്ല. അത്രത്തോളം ഇതായിട്ടാണ് ആൾക്കാരുടെ ബിഹേവിങ്. പക്ഷെ എനിക്ക് കുഴപ്പമില്ല, നിങ്ങൾ ഇതായിട്ട് കാണിക്കണം. തെറി വിളിക്കണ ആൾക്കാരാണെങ്കിലും എന്താണെങ്കിലും അവർ അവരുടെ ബിഹേവാണ് കാണിക്കണം, അവരുടെ വീട്ടിലുള്ള സ്വഭാവമാണ് കാണിക്കണത്. അവർക്ക് തന്നെയാണ് അത് കുഴപ്പം. അവരുടെ ഫാമിലീസ് കാണുമ്പോഴാണെങ്കിലും ഫാമിലീസിനടക്കം ഇങ്ങനത്തെ തെറി കമന്റ് വരുമ്പോൾ അതെന്തായാലും നോട്ട് ചെയ്യണ കാര്യമാണ് ആൾക്കാർ. അപ്പൊ അതേപോലെ അത് അവരുടെ ഫാമിലീസാണ് കാണുക. ഞങ്ങൾക്കതിൽ കുഴപ്പമില്ല, എൻ്റെ ഫാമിലീസിനും കുഴപ്പമില്ല ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുന്നതിന്. ഇതേപോലെയുള്ള ആൾക്കാർ, അതായത് മോഡൽസ് ആണെങ്കിലും ഒരാളും എന്നെ മോശം പറയണില്ല. ഞാനിപ്പോൾ കാണിക്കുന്ന അത്ര വലിയ കുറ്റമാണെന്ന് എനിക്ക് തോന്നണില്ല. തുമ്പിയുടെ കൂടെ എപ്പോഴും ഒരാൾ കൂടെ ഉണ്ടാവും. എല്ലാവരും കരുതിയത് ഹസ്ബൻഡും വൈഫും ആണെന്നാണ്. എന്നാൽ ഇപ്പൊ അവര് ക്ലാരിഫിക്കേഷനുമായിട്ട് വന്നിട്ടുണ്ട്. അതെന്റെ കസിൻ ബ്രദർ ആണ്, അല്ല എന്റെ ചേച്ചിയുടെ മോളാണ്, അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ കാരണങ്ങൾ പറഞ്ഞിട്ട് അവരിതേ വന്നിട്ടുണ്ട്. അതൊന്നും ചേച്ചിയുടെ മോൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ചേച്ചിമാരുണ്ടല്ലോ. അമ്മക്ക് ചേച്ചിയില്ലേ, അമ്മയുടെ ചേച്ചിയുടെ മോള് കസിനല്ലേ, കസിനാണ് എന്റെ. അവര് ട്രോളട്ടെ, അവര് കമന്റ് അടിക്കട്ടെ, നിങ്ങൾക്ക് നല്ലതാ. നിങ്ങളങ്ങനെ സോഷ്യൽ മീഡിയ അങ്ങനെ കത്തട്ടെ, കുഴപ്പമില്ലെന്ന്. തെറി വിളിക്കട്ടെ, ഞങ്ങളല്ലേ തെറി വിളിക്കണേ, ഞങ്ങളത് കേട്ടോ, ഒരു പ്രശ്നമില്ല. ഇനി വിളിക്കട്ടെ ആൾക്കാര്. ഒരു ചെവി കൂടെ എന്താ ഒരു ചെവി കൂടെ കേട്ടാലല്ലേ ഇപ്പൊ വിടേണ്ട ആവശ്യമില്ല. കേൾക്കണേ ഇല്ല. ഞാൻ പറഞ്ഞ കാര്യം കിട്ടിയില്ല, ഇതെന്റെ അച്ഛനാണ്. അച്ഛനാണ് കോമളനും സുന്ദരനുമായ അച്ഛൻ. നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഒരാൾക്ക് കൊടുക്കുമ്പോ തുമ്പിക്ക് ബിഗ് ബോസിൽ നിന്നൊക്കെ വിളി വന്നിട്ടുണ്ട് എന്ന് പറയുന്നത്. തുമ്പി ഇങ്ങനെ പറന്ന് നടക്കട്ടെ, ഉയരങ്ങളിൽ എത്തട്ടെ. ഏത് രീതിയിലാണ് ഉയരങ്ങളിലേക്ക് എത്തുന്നത് എന്ന് തുമ്പിയുടെ വീഡിയോസ് കാണുന്ന ഒട്ടുമിക്ക പേർക്കും മനസ്സിലാവുന്നുണ്ട്. എന്തായാലും തുമ്പി ഇങ്ങനെ പാറിപ്പറന്ന് നടക്കട്ടെ.